2025 മെയ് 18 ഞായറാഴ്ച രാത്രി 7:30 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നതും ഛായാഗ്രഹങ്ങളുമായ രാഹുവും കേതുവും പരസ്പരം 7-ാം ഭാവത്തിൽ 180 ഡിഗ്രി അകലെയാകും നിലകൊള്ളുന്നത്. പാപഗ്രഹങ്ങളായ രാഹുവിൻ്റെ കുംഭൻ രാശിയിലെ സഞ്ചാരവും കേതുവിൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരവും മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 12 രാശികളിൽ ജനിച്ചവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് രാഹു 7-ാം ഭാവത്തിൽ നിന്നും 6-ാം ഭാവത്തിലേക്കും കേതു 1-ാം ഭാവത്തിൽ നിന്നും 12-ാം ഭാവത്തിലേക്കും മാറുന്നു. ഇപ്പോൾ സംഭവിക്കുന്ന രാഹുവിൻ്റെ രാശിമാറ്റം ഏറ്റവും ഗുണകരമാകുന്ന കൂറുകളിലൊന്നാണ് കന്നിക്കൂറ്. 6-ാം ഇടത്തിലെ പാപഗ്രഹങ്ങൾ വലിയ തോതിലുള്ള നേട്ടങ്ങൾക്ക് കാരണമാകും. രാഹുവിൻ്റെ 6-ാം ഭാവത്തിലെ സഞ്ചാരം അപ്രകാരം ഗുണകരമാണ്. ജീവിത നിലവാരം ഉയരും, സാമ്പത്തിക ക്ലേശം നീങ്ങിത്തുടങ്ങും, നിക്ഷേപങ്ങൾ വർദ്ധിക്കും, കർമ്മരംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോ വേതന വർധനവോ ഉണ്ടാകുന്നതാണ്. രോഗദുരിതങ്ങൾ നിയന്ത്രണത്തിലാകും. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം വഴിമാറിപ്പോകും. കുടുംബസൗഖ്യം അനുഭവപ്പെടും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. സാമൂഹ്യമായ അംഗീകാരം വർദ്ധിക്കും. പ്രതാപശക്തിയും ബന്ധുസമാഗമവും സാധ്യമാകും. ഇതൊക്കെ പ്രധാന അനുഭവങ്ങളായിരിക്കും. കേതു 1-ാം ഭാവത്തിൽ നിന്നും മാറുന്നത് വലിയ ആശ്വാസമാണ്. എങ്കിലും 12-ലെ കേതു ചില കഷ്ടനഷ്ടങ്ങൾ വരുത്തിയേക്കും. ചിലർക്ക് അന്യനാട്ടിൽ ജീവിതം കരുപ്പിടിപ്പിക്കേണ്ട സാഹചര്യം സംജാതമാകും. ചിലപ്പോഴെങ്കിലും മനസ്സ് നന്മയിൽ നിന്നും വ്യതിചലിച്ചേക്കും. ചെലവ് അധികരിക്കാൻ സാധ്യതയുണ്ട്. പാദരോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസം വേണ്ടി വന്നേക്കും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.